എത്രയാകുമ്പോൾ അവരുടെ മനസ്സിലാവും ഇവൻ എന്താണോ ആലോചിച്ച് വെച്ചിട്ടുള്ളത് അതിനേക്കാൾ എത്രയോ ഡാർക്കർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കുട്ടിക്ക് നടന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ ഇവൻ ഈ ലോക്കറ്റും ഫോട്ടോയൊക്കെ അവിടെ തന്നെ ഇട്ടിനാണ്ട് പെട്ടെന്ന് തന്നെ ഇവന്റെ സാധനങ്ങളൊക്കെ എടുത്തിനാണ്ട് ഇറങ്ങും. മുകളിൽ പോയിനാണ്ട് മുകളിലത്തെ ചെക്കൻ വരുന്നവരെ അവിടെ നിൽക്കും. അവൻ വന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറയും. ഇവൻ ഗൂഗിൾ ചെയ്തൊക്കെ വേണ്ടി ഈ ബുക്കിന്റെയും ലോക്കറ്റിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരു 3-4 ഡേയ്സ് അമർ ഇവന്റെ റൂമിൽ നിൽക്കും. ഇവന്റെ റൂമിൽ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അമറിന് താഴത്തെ റൂമിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ തോന്നും. കണ്ണടച്ച ഈ കുട്ടീന്റെ മുഖം ഓർമ്മ വരുന്നതുകൊണ്ട് തന്നെ ഇവൻ ഉറങ്ങാനേ കഴിയൂല. അങ്ങനെ ഉറക്കൂടിയും പോകുമ്പോൾ ഇവൻ എവിടെ ഇരുന്നാലും ഇവൻ ഈ കുട്ടീന്റെ സൗണ്ട് കേൾക്കുന്ന പോലെയും ഈ കുട്ടീനെ കാണുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ ഇവൻ അറിയുന്ന നാട്ടിലെ ഒരു സൈക്കോളജിസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. ആളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആള് പറയും ഫ്ലാറ്റ് മാറാന്. ഉറക്കില്ലാഞ്ഞിട്ട് ആക്കാരം പ്രശ്നം. ഈ ഫ്ലാറ്റ് മാറിനാണ്ട് ഉറക്ക് റെഡിയായി തന്നെ എല്ലാം റെഡി ആവുകാരെന്ന് പറയും. അങ്ങനെ ഇവൻ ഈ ഫ്ലാറ്റിനെ മാറും. ഇവൻ താമസം മാറിയതിനു ശേഷം ഇവൻ ഈ കുട്ടീനെ ഇങ്ങനെ സ്വപ്നം കാണും. അതുപോലെ രാത്രി ഞെട്ടി എണീക്കും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അത് പിന്നെ മെല്ലെ മെല്ലെയാണ് മാറുക. സ്റ്റിൽ ഇപ്പോഴും ഇവൻ ഈ കുട്ടീനെ ഇടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. ഈ കഥയിലും നമ്മൾ സഞ്ജന സ്റ്റോറിത്തൊക്കെ പോലെ തന്നെ എസ്തർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് മാത്രം അറിയാം. എങ്ങനെയാണ് ആള് മരിച്ചത് എന്നുള്ളതോ അല്ലെങ്കിൽ ആളുടെ പേരൻസ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ, അവരാണോ ശരിക്കും ഈ കഥയിലെ വില്ലന്മാര്, അല്ലെങ്കിൽ ഈ ബുക്ക് ആരെയാണ് ഉപയോഗിച്ചിരുന്നത്, ഒന്നും നമുക്കറിയില്ല. ഇവൻ എസ്തർ അവരുടെ മോളാണോ എന്നുള്ളത് കൂടി നമുക്കറിയില്ല. ഇത്രയുള്ള സ്റ്റോറി. നിങ്ങൾക്ക് ഈ സ്റ്റോറി കേട്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യണേ.